ഖുത്ബിയായി എങ്ങനെ എന്നുള്ളത് ഇന്ന് അവിടുത്തെ ശിഷ്യന്മാർ അതുപോലെ മറ്റുള്ള ആളുകളിൽ നിന്ന് അറിയാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഖുത്ബിത്തങ്ങളുടെ ശിഷ്യൻ ഒന്ന് സഖത്തുള്ള, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കന്യക്ക് ശംസുലമായിക്ക്, അതുപോലെ പ്രഗത്ഭന്മാരായ ഞാൻ എണ്ണി പറയുന്നില്ല ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യന്മാരായിരുന്നു. ഖുത്ബി കുടുംബത്തിന്റെ കാരണവരും നമ്മുടെ എല്ലാം നേതൃത്വവുമായ നമ്മുടെ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ആദരണീയരായ PS ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ അധ്യക്ഷ പ്രസംഗം നടത്തുന്നു. നമ്മുടെ ഈ പള്ളി പുനർനിർമ്മിക്കാൻ വേണ്ടി വളരെ ആഗ്രഹിക്കുകയും കഠിന പ്രയത്നം നടത്തുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഉസ്താദ്, ആരോഗ്യകരമായ ക്ഷീണങ്ങളുണ്ട്. എല്ലാ സാദാത്യങ്ങളോടും മുഅ്മിനീങ്ങളോടും ബഹുമാനപ്പെട്ട ഉസ്താദിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് കൂടി കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله صلى الله عليه وسلم. يا ربي يا رب الأرباب عبدك فقيرك على الباب حتى وقد بطل الأسباب مستدركا بعد ما مال. يا ربي إني أسألك العفو عني فلم يقب فيك ظني. يا مالك الملك يا ظال. يا ربي يا خير كافي وهنل علينا العوافي فليس شيء ثم خافي عليك تفصيل وإجمال. قد استعنتك ربي على مضامات قلبي وحل عقدة كربي وانظر إلى الغم ينجال. يا ربي أنت نصيري فلقني كل خيري واجعل جنانك مصيري واختم بالإيمان الآجال. ബഹുമാനപ്പെട്ട ഖുത്ബിത്തങ്ങളുടെ ഹജ്ജാദിൽ നിന്നുള്ള അത്യാവശ്യം കരുത്തുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇത് എല്ലായ്പ്പോഴും അദ്ദേഹം ചൊല്ലുന്നതും വളരെ ഗംഭീരത്തോടുകൂടി ആവേശത്തോടെ ഒഴിയാതെ മരിക്കുന്നത് വരെയും ബഹുമാനപ്പെട്ടവർ ചെയ്യുന്നു. അല്പം ചില ദിവസങ്ങളിലൂടെ നമ്മയും ആ രൂപത്തിൽ അഭിക്കരുമാനാകട്ടെ. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഖുത്ബിയത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതില്ല. ഖുത്ബി ആര് എങ്ങനെ എന്നുള്ളത് ഇന്ന് അവിടുത്തെ ശിഷ്യന്മാർ അതുപോലെ മറ്റുള്ള ആളുകളിൽ നിന്ന് അറിയാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഖുത്ബിത്തങ്ങളുടെ ശിഷ്യൻ ഒന്ന് സഖത്തുള്ള, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കന്യക്ക് ശംസുലമായിക്ക്, അതുപോലെ പ്രഗത്ഭന്മാരായ ഞാൻ എണ്ണി പറയുന്നില്ല ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യന്മാരായിരുന്നു. അതിൽ പ്രഗത്ഭന്മാരായ പലരും ഉണ്ടായിരുന്നു. പ്രധാനമായും ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദ് കുഞ്ഞ് അഹമ്മദ് രാജ്യത്തിനായിരുന്നു. പക്ഷേ അദ്ദേഹത്തെക്കാളും കൂടുതൽ ശിഷ്യന്മാരും ജനങ്ങൾ അറിയുകയും ചെയ്യുന്ന ഏറ്റവും പ്രഗത്ഭൻ ബഹുമാനിയായ ഖുത്ബിത്തങ്ങളായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും മറ്റുള്ള ആളുകളും നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഞാനും പ്രിയപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു. ബഹുമാനപ്പെട്ട ഖുത്ബിത്തങ്ങളിൽ നിന്ന് ഓതി ബിരുദം വാങ്ങി അങ്ങനെ സമസ്ത കലമേഖലയുടെ വലിയ ചെറിയ പ്രവർത്തകനായി ഞാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട
തങ്ങളുടെ ഒരു പള്ളി ഞങ്ങൾ പണിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അത് പല പ്രാവശ്യവും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ എല്ലാ പ്രവർത്തകന്മാരും എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഞങ്ങളോടൊപ്പം ഉണ്ട്. ഇന്ന് അവരുടെ മാതാപിതാക്കൾ അതിൻ്റെ ഉദ്ഘാടനം അതിൻ്റെ ഉദ്ഘാടനമാണ് തുടക്കം കുറിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രഗത്ഭന്മാരായ മഹാന്മാരായ കുത്തുബി, അങ്ങേയറ്റം കുത്തുബിയെ ആദരിക്കുന്ന കുത്തുബിയും ആദരിക്കുന്ന വലിയ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ മുഴുവനും തന്നെ ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങളുണ്ട്, മറ്റുള്ള ആളുകളുണ്ട്. ആ കാര്യത്തിൽ ഞാൻ വലിയ സന്തുഷ്ടനാണ്. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട തങ്ങൾ സമസ്ത എഴുന്നേറ്റിലുള്ളവരെ തങ്ങൾ ബഹുമാനപ്പെട്ടവരെ നേരത്തെ തന്നെ എന്നോടൊപ്പം ഉണ്ട്. അതായത് ബഹുമാനപ്പെട്ടവരെ ഈ കാര്യത്തിൽ എപ്പോഴും എന്നോട് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട കാര്യങ്ങളും എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട രാമന്തരിത്തങ്ങളും അതുപോലെ മറ്റു പ്രഗത്ഭന്മാരായ എല്ലാ തങ്ങന്മാരും എന്തുകൊണ്ട് ഇത് താമസിപ്പിക്കുന്നു എന്ന് ചോദിച്ചു. ഇന്ന് അവന്റെ മാതാവ് അതുകൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ ആളുകളും നിങ്ങളോട് സഹകരിച്ചുകൊണ്ട് ഈ പള്ളി അടുത്ത് തന്നെ താമസിയാതെ പള്ളി പുനരുദ്ധാരണം നടത്തി അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട കുടുംബത്തോടും എല്ലാവരോടും ഇതിനു വേണ്ടി സഹായം നിങ്ങൾക്ക് നൽകണമെന്നും നിങ്ങളെ സഹായിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി അതുപോലത്തെ ഈ പള്ളിയുടെ സംരക്ഷണത്തിന് വേണ്ടി എല്ലാത്തിനു വേണ്ടി ഞങ്ങളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ച് പ്രാർത്ഥിച്ച് ദ്വാരന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും സന്തോഷത്തിലാക്കി വിജയത്തിലാക്കി റാഹത്തും ഇസ്സത്തും ഉസ്താദന്മാർക്കും തങ്ങന്മാർക്കും എല്ലാ ആളുകൾക്കും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.